കറപുരണ്ട മനുഷ്യപ്രകൃതിക്ക് സ്വർഗം തന്ന സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. കറപുരണ്ട മനുഷ്യപ്രകൃതിക്ക് സ്വർഗം നൽകിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഇനി കനായിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അവരുടെ കുറവുകൾ മനസ്സിലാക്കി തന്റെ തിരുക്കുമാരന് ഭവനത്തിലേക്ക് വന്നപ്പോൾ ഈശോ തന്റെ തിരുക്കുമാരനോട് പറയുകയാണ്, മകനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി. മകനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? അമ്മ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പാത്രങ്ങൾ എടുത്തു വെക്ക്, വെള്ളം കോരി ഒഴുകി, എന്റെ തിരുക്കുമാരൻ അത്ഭുത പ്രവൃത്തിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ അമ്മ വീണ്ടും പറഞ്ഞ ഒരു വാക്കുണ്ട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. എന്റെ തിരുക്കുമാരൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം വചനത്തിന്റെ പുറകിലേക്ക് മാറി നിന്നു. ഇല്ലെങ്കിൽ വചനത്തിന്റെ പുറകിൽ പരിശുദ്ധ കന്യകാമറിയം മറഞ്ഞിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ ഇന്ന് വരെ എവിടെയും പരസ്യമായി തന്നെ മഹത്വപ്പെടുത്തണമെന്നോ താൻ ഈ ദൈവജനത്തെ അനുഗ്രഹിക്കുമെന്നോ വിശുദ്ധീകരിക്കുമെന്നോ സ്വർഗീയ പിതാവ് എനിക്ക് വലിയ കഴിവുകൾ നൽകിയിരിക്കുന്നെന്ന് എവിടെയും അമ്മ പറഞ്ഞില്ല. കാരണം രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അവർക്ക് വീഞ്ഞില്ല, അവരുടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. രണ്ടാമത് അമ്മ പറഞ്ഞു, എന്റെ തിരുക്കുമാരൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ കന്യകാമറിയം വചനത്തിന്റെ പുറകിലേക്ക് മറഞ്ഞു പോയി എന്നുള്ളതാണ് യഥാർത്ഥം. പിന്നെ അവൾ വെളിച്ചത്തേക്ക് വന്നില്ല. അതുപോലെ തന്നെ അവളെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ ഈ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല. തിരശ്ശീലയ്ക്ക് മുൻപ് പുറകിൽ പരിശുദ്ധ കന്യകാമറിയത്തെ മറച്ചു വെച്ചു. അതുപോലെ പ്രിയമുള്ള ദൈവങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറയുന്നത്, ഈ വചനത്തിന്റെ ആദ്യ ഭാഗം മുതൽ ഈ വചനത്തിന്റെ അവസാന ഭാഗം വരെ ഈ വചനത്തിന്റെ ഇതളുകളില് ഈ വചനത്തിന്റെ താളുകളില് മറഞ്ഞിരിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അവൾക്ക് ആരുടെയും പ്രശംസ ആവശ്യമില്ല. പരിശുദ്ധാത്മ വലിയവളാണെന്ന് ഈ ലോകത്തിന് മുമ്പിൽ പറയണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടില്ല. കാരണം സ്വർഗീയ പിതാവ് തന്നെ അവളെ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും കിട്ടാത്ത അത്രമാത്രം മഹത്വം നൽകി പരിശുദ്ധ കന്യകാമറിയത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെയും മഹത്വം ആവശ്യമില്ല. മറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗീയ പിതാവ് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിന്റെ പുറകില് സ്വർഗീയ പിതാവിന്റെ കയ്യൊപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ വചനത്തിന്റെ താളുകളില് വചനത്തിന്റെ ഓരോ വരിയുടെയും പുറകില് പരിശുദ്ധ കന്യകാമറിയം മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കും. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോരുത്തരുടെ രക്തത്തിന്റെ യോഗ്യതയാൽ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി പ്രാർത്ഥിച്ചേ, സ്വയം പ്രാർത്ഥിച്ചേ. ബന്ധനമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇറങ്ങി വരട്ടെ. സാത്താന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോട്ടെ.
അനുഗ്രഹപ്പെട്ടവനാകുന്നു. ഈശോയുടെ